എല്ലാവർക്കും സോണീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് 3 ടിപ്പുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന വളരെ നല്ല ടിപ്പുകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോസിൽ ഓരോ ടിപ്പുകൾ പറയാറുണ്ട്. അപ്പോൾ കുക്കിംഗ് ടിപ്സാണ് ഞാൻ പറയാറ്. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു വീട്ടിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് പറയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു 3 ടിപ്സ് വീഡിയോ ആക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള ടിപ്സ് ഇനിയും നമുക്ക് കുക്കിംഗ് വീഡിയോസിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് മടക്കാനാണ് കേട്ടോ. ബെഡ്ഷീറ്റ് മടക്കല്ല, ബെഡ്ഷീറ്റ് വിരിക്കാനാണ്. അതും അവിടെ നിന്നൊന്നും വിട്ടു പോകാണ്ട് എപ്പോഴും നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഒരു മൂല എടുക്കുക. അത് നമ്മൾ കയറൊക്കെ കെട്ടണ പോലെ ഒരു കെട്ട് കൊടുക്കുക. ഉള്ളിലേക്ക് ഒന്ന് മടക്കിയെടുക്കുക, എന്നിട്ട് ഉള്ളിക്കോടെ അങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പോൾ ഒരു കെട്ടായി. ഓക്കെ, അങ്ങനെ ഒരു കെട്ടെടുത്തിട്ട് ബെഡിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. കെട്ടൊക്കെ നമുക്ക് ബെഡിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും വിട്ടു പോരില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അറ്റത്തേക്ക് പോകാം, അടുത്ത മൂലയിലേക്ക് പോകാം. ആ മൂലയും ഇതേപോലെ വലിച്ചു പിടിക്കുക. ഓക്കെ, വീതി ഒന്ന് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചിട്ട് അതേപോലെ ഒരു കെട്ടുണ്ടാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെഡിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ 4 സൈഡിൽ ഇങ്ങനെ കെട്ടുണ്ടാക്കി കൊടുക്കുമ്പോൾ ശരിക്കും ഇതൊരു കവറ് പോലെയാവും. കറക്റ്റായിട്ട് അവിടെ തന്നെ ബെഡിൻ്റെ അടിയിലേക്ക് ടൈറ്റായിട്ട് കിടക്കും. നമ്മൾ എത്ര ഇങ്ങനെ ചാടി മറിഞ്ഞാലും വിട്ടുപോരില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ ചവിട്ടി കൂട്ടുമ്പോൾ അത് വിട്ടുപോരില്ല. എപ്പോഴും ഇതേപോലെ തന്നെ നീറ്റായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ സൈഡ് വശമൊക്കെ ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മൂല എടുക്കാം. അടുത്ത മൂല എടുക്കുമ്പോൾ നീളം ഒന്ന് നന്നായിട്ട് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചിട്ട് എവിടെയും വരെ വേണം അവിടം വരെ പിടിച്ചിട്ട് അവിടേക്കൊരു കെട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതും നല്ല ടൈറ്റാക്കിയിട്ടിട്ട് നമ്മുടെ ബെഡിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെയുള്ളത് ലാസ്റ്റത്തെ മൂലയാണ് കേട്ടോ. ആ കോർണറിൽ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ബാലൻസുള്ള എല്ലാ തുണികളും നന്നായിട്ട് വലിച്ചു പിടിക്കുക. ആ പിടിച്ച് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നീളവും വീതിയും ഒക്കെ നന്നായിട്ടൊന്ന് വലിച്ചു പിടിക്കുക. എല്ലാവിടെ നിന്നും വലിച്ച് കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കുന്ന വിധത്തിൽ പിടിച്ചേക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിടിച്ചിട്ട് എവിടെയാണോ അവിടെ പിടിച്ച് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആ കെട്ടിന് നമുക്ക് ബെഡിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് വലിച്ച് വെച്ചാൽ കറക്റ്റായി നീറ്റായിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് കിടക്കും. ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. അത് ഞാനെടുത്ത് താഴെ ബെഡിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. സൈഡുകളൊക്കെ ഒന്ന് അടിയിലേക്ക് ആക്കി കൊടുക്കുക. ബെഡിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് നീറ്റായിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് കിടക്കും. കുട്ടികൾ എത്ര ചാടി മറിഞ്ഞാലും ബെഡ്ഷീറ്റ് വിട്ടു പോരില്ല. നമുക്ക് ബെഡ് കിടക്കാൻ നേരത്ത് നന്നായിട്ടൊന്ന് കുടഞ്ഞാൽ മതി. ബെഡ്ഷീറ്റ് വിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടിട്ട് വരിക. കിടക്കാൻ പോകണ നേരത്ത് മാത്രം ബെഡ്ഷീറ്റ് കുടയാതെ എഴുന്നേറ്റ് വരുമ്പോഴും ബെഡൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വേണം വരാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് വിരിച്ചത് നീറ്റായിട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കെട്ടാൻ അറിയില്ലെങ്കിലേ കയ്യിൽ ഇതേപോലെയുള്ള ബാൻഡുകളില്ലേ, മുടിയിലിടുന്ന ബാൻഡ് അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് എന്തായാലും മതി. അതെടുത്തിട്ട് ആ കെട്ടിന് പകരം ആ മൂലയിൽ ആ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ലെങ്ത് ഇല്ലാത്ത ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കുന്ന ടിപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം കിടക്കാൻ പോകുന്ന നേരത്ത് മാത്രം ബെഡ് കുടഞ്ഞ് വൃത്തിയാക്കിയാൽ പോരാ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും ബെഡ് വിരിയൊക്കെ വൃത്തിയാക്കി നീറ്റായിട്ട് വേണം എഴുന്നേറ്റ് വരാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ല ശീലങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തുണികൾ മടക്കി വെക്കാനാണ് കേട്ടോ. ഫസ്റ്റിന് ഞാനൊരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ മടക്കാമെന്ന് നോക്കാം. അപ്പോൾ 3 വേണം മടക്കാൻ കേട്ടോ. ഒരറ്റം നടുവിലേക്ക് മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത അറ്റം എടുക്കുക, അതും നടുവിലേക്ക് മടക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് അടിവശം ആദ്യം മുകളിലേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് കിട്ടും. ഓക്കെ, അതങ്ങനെ വെച്ചേക്കാം കേട്ടോ. എത്ര വീതിയിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിന് മടക്കി അവിടെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് മടക്കി കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ആ ഓപ്പണിങ്, മുകളിലത്തെ ഓപ്പണിങ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കിയത് കയറ്റി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കബഡിൽ തുണികൾ ഒതുക്കി വെക്കുമ്പോൾ നമ്മൾ വേറൊരു തുണി എടുക്കുമ്പോൾ ഇത് താഴെ വീഴാണെങ്കിലും നമ്മൾ മടക്കിയത് അഴിഞ്ഞു പോവേ നാശമായി പോവേ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ഇരുന്നോളും. അടുത്ത് നമുക്കൊരു പാൻസ്, ലെഗിങ്സ് അതൊക്കെ എങ്ങനെ മടക്കാൻ നോക്കാം. 2 മടക്കുക. 2 മടക്കിയിട്ട് മുകൾ വശം ഒന്ന് മടക്കി വയ്ക്കാം. അപ്പോൾ ആ മൂല നീളം വീതി കൂടുതലുണ്ടെങ്കിൽ ഒന്ന് മടക്കി വെച്ച് കൊടുത്തോട്ടാ, കുഴപ്പമില്ല.
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടിയിൽ നിന്ന് എത്ര വീതി വേണോ അത്രയും വീതിയിൽ മടക്കി കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ ഓപ്പണിങ് തുറക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. പെർഫെക്റ്റായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ, വിട്ട് പോവുകയില്ല. കണ്ടോ, എന്തോരം നമ്മളിട്ട് മറിച്ചാലും നമ്മൾ മടക്കി വെച്ചത് അതിന്ന് വിട്ടു പോവില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം ഇങ്ങനെ മടക്കുമ്പോൾ ഉള്ളത്. അടുത്തത് നമുക്ക് 2 സോക്സുകൾ എപ്പോഴും അതെ, ഒരെണ്ണം കിട്ടും, ഒരെണ്ണം എവിടെ പോയിന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോക്സുകളുടെ ഒരു ടെൻഷൻ വേണ്ട. ചുരുട്ടി മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള ഓപ്പണിംഗ് ഇല്ലേ, അതങ്ങടെ തുറന്നിട്ട് എല്ലാം മടക്കിയതും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സോക്സ് മിക്സായി പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. സ്ഥലവും കുറവും മതി ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ടൊരു ഇന്നർ മടക്കുന്നത് കാണാം. അതും ഇതേപോലെ തന്നെ 3 മടക്കുക. 3 മടക്കിയിട്ട് മുകൾ വശം മടക്കി വയ്ക്കുക. ആ ഓപ്പണിങ്ങിലേക്ക് അടിവശം എടുത്തിട്ട് മുകളിലത്തെ ഓപ്പണിങ് തുറക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് താഴെ നിന്നുള്ളതെടുത്ത് അടച്ചു വയ്ക്കുക കേട്ടോ, ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇന്നേഴ്സും വൃത്തികേടായി കിടക്കില്ല, വളരെ നീറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും 2ാമത്തെ ടിപ്പ് ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമുക്ക് 3ാമത്തെ ടിപ്പിലേക്ക് പോകാം. 3ാമത്തെ ടിപ്പ് ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല, ഞാൻ പറയാണ്. നമ്മൾ തുണികളിൽ നല്ല മണം ഉണ്ടാവാനും സ്റ്റിഫായി നിൽക്കാനും സ്റ്റിഫ് ആൻഡ് ഷൈൻ കംഫർട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തുണി അലക്കി കൊണ്ടുവന്ന് കഴിഞ്ഞ് നേരിട്ട് സ്റ്റിഫ് ആൻഡ് ഷൈനിലേക്ക് മുക്കാതെ നമ്മൾ തുണിയിലെ വെള്ളം കുറച്ച് നേരം ഒന്ന് വാർന്നു പോകാനായിട്ട് തോരയിടുക, അഴുക്കിൽ തോരയിടുക. അത് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റിഫ് ആൻഡ് ഷൈനിൽ മുക്കി പിഴിയാതെ അങ്ങനെ തന്നെ അലക്കുമ്പോൾ കൊണ്ടിടുക. ഷർട്ടൊക്കെ വളരെ സ്റ്റിഫായിട്ട് നിൽക്കും. അതല്ല നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉണങ്ങിയ തുണികൾ എടുത്തിട്ട് സ്റ്റിഫ് ആൻഡ് ഷൈനിൽ മുക്കി പിഴിയാതെ അലക്കുമ്പോൾ കൊണ്ടിടുക. അപ്പോൾ നല്ല മണം ഉണ്ടായിരിക്കും, വളരെ സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മൾ അലക്കിയ തുണികളിൽ അപ്പോൾ തന്നെ അതങ്ങനെ ചെയ്യുമ്പോൾ അലക്കിയ വെള്ളം ആ തുണിയിൽ നിന്ന് ഒറ്റൊറ്റായിട്ട് പോകണതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആ സ്റ്റിഫ് ആൻഡ് ഷൈനും കൂടി നമ്മൾ മുക്കിയത് പോവാണ്. അപ്പോൾ അത് വളരെ സ്റ്റിഫായിട്ട് നിൽക്കില്ല, ആ മണം അധികം നേരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന എന്താ പറയുക, ഉണങ്ങിക്കഴിഞ്ഞ് അല്ലെങ്കിൽ വെള്ളം പോയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റിഫ്നെസ് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. നല്ല ഫ്രേഗ്രൻസും കുറച്ചും ദിവസം കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിതുപോലെയുള്ള ടിപ്സും കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ താങ്ക് യു.